എന്തെടുക്കുവാ? ഡാൻസിന്റെ കാര്യം ഞാൻ ഇപ്പഴാ ചോദിക്കുന്നത്. ഇന്നലെ ടീച്ചർ പറഞ്ഞ കാര്യമാണ്. ടീച്ചർ ഇപ്പൊ എന്നെ വൈകിട്ട് കണ്ടപ്പോ പറഞ്ഞു ഇന്നലെ എന്താ മനസ്സിലായി? അതായത് വേണ്ട രാമന് നോക്കി ഉണ്ണിയപ്പോന്നുണ്ട് എന്നെ വിളിക്കാൻ ഉണ്ണിയപ്പോ. ചൂടാണോ? ചെറിയ ചൂടുകൾ കുടിച്ചാൽ മതി. നമ്മുടെ മഴയൊക്കെ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് അവിടെ എന്തോ പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയായിരുന്നു, വന്ന വഴിക്കെല്ലാം മഴയായിരുന്നു കേട്ടോ. ഇപ്പോഴും മഴക്കോട് കേറി കിടക്കും. ഇതൊക്കെ അമ്മമ്മയുടെ അവിടുത്തെ ഭക്ഷണപാത്രങ്ങൾ കേട്ടോ. ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കണ്ടോ? ഇല്ല കേട്ടോ, ഇന്ന് ആരെയും കണ്ടില്ല. അങ്ങനെ മഴയായിട്ട് മനുഷ്യർക്ക് വെളിയിലിറങ്ങണം പറ്റില്ല. പിന്നെ എങ്ങനെ കാണുന്നു? കഴിഞ്ഞ ദിവസം നമ്മൾ മേളയ്ക്ക് പോയപ്പോൾ ഒത്തിരി പേര് വീഡിയോസിലൂടെയൊക്കെ നമ്മളെ കണ്ടവരും ഒക്കെ ഒന്ന് മിണ്ടിയായിരുന്നു കേട്ടോ. അപ്പം ഇന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നെ കണ്ടു പക്ഷേ എന്തുവാ വന്ന് മിണ്ടിയില്ല, ഇനി ഞാൻ മിണ്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തു. നിങ്ങളെ പോലെ തന്നെ അല്ലേ ഉള്ളു ഞാനും. എനിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒരു പ്രത്യേകതയില്ല കേട്ടോ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എന്നെ കാണുന്നുണ്ട് വീഡിയോസിലൂടെ, പക്ഷെ ഞാൻ അങ്ങനെ കാണുന്നില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ, നിങ്ങൾക്ക് എന്നെ അറിയാമോ, അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾ വന്ന് മിണ്ടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഞാൻ നിങ്ങളെ പോലൊക്കെ തന്നെയുള്ള ഒരാളാണ്. ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. വന്ന് മിണ്ടണമെന്നാണ്, എനിക്കതാണ് സന്തോഷം കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, തിരിച്ചു മിണ്ടാതിരിക്കാൻ തക്ക എന്താ ഒന്നുമില്ല. നിങ്ങൾ എന്നെ കുറച്ചു നേരം കാണുന്നു, ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ മിണ്ടുക എന്ന് പറയുന്നതും എനിക്ക് വലിയ സന്തോഷമാണ്. പിന്നെ എൻ്റെ ഈ പ്രാരാബ്ദവും ഓട്ടവും കാരണം ചിലപ്പോഴൊക്കെ ഞാനങ്ങ് മറന്നു പോകും. പേര് പറയുന്നതും കണ്ടു എന്ന് പറയുന്നതും ഒക്കെ ഞാനങ്ങ് വിട്ടുപോകും. നമ്മളിങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ നമ്മളിങ്ങനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാം ഒന്നും മെമ്മറി പവറിൽ വെക്കാനുള്ള ഒരു ഇതില്ല ഇപ്പോൾ. ഞാൻ ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ എനിക്ക് കേട്ടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ എന്നോട് വന്ന് മിണ്ടണം. അങ്ങനെ അതിനകത്തൊന്നും ഒന്നും വിചാരിക്കേണ്ട. ഞാൻ നിങ്ങളെ പോലൊക്കെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് കണ്ടാൽ മതി കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് വിഷമവും തോന്നി, ചിരിയും വന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് അടുക്കളയിൽ പണികളെന്ന് വെച്ചാൽ, ചോറ് ഇന്ന് നമ്മൾ വെള്ളയരി ഇങ്ങനെ റൈസ് കുക്കറിനകത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുറേ ദിവസമായാലും നമ്മൾ വെള്ളച്ചോറുണ്ട്. അപ്പോൾ അത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് വാർത്തിടണം. മീൻ വറക്കാനുണ്ട്. രാവിലെ ഇന്ന് നമ്മുടെ പാലച്ചീര കറി വെച്ചു, ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ അത് ഇരിപ്പുണ്ട്. കറിയുണ്ട്, പപ്പടം കഴിച്ചതുകൊണ്ട് മീനും വറക്കാം. നമ്മുടെ ഉണക്ക കൊഞ്ച് വറുത്തതില്ലേ, അതൊക്കെ കഴിക്കാം. അതൊക്കെ കൂട്ടി കഴിക്കും. പിന്നെ വേറെ എന്താണ് വിശേഷം? ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് നൂഡിൽസ് വാങ്ങിച്ചു. പിന്നെ കുഞ്ഞോൻ്റെ അടുക്കലൊക്കെ കയറി. കുഞ്ഞു ഉറക്കമായിരുന്നു. ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം മേടിച്ചു. അവിടുത്തെ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റാണ്. ജാനിക്കുട്ടിക്കും ഇഷ്ടം, കുഞ്ഞുവിനും ഇഷ്ടം. അപ്പം അവർക്ക് അതിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഞാൻ കുളിച്ച് ജയിച്ച് അല്ല, നാളെ ഉണ്ടാക്കണം. തല കഴിയില്ലേ?
ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വെച്ചു. മഴയായിരുന്നുകൊണ്ട് എനിക്ക് തണുക്കുന്നു. വെള്ളം തിളച്ചു. ഇനിയും പോയി ഒന്ന് കുളിക്കാം. കുളിച്ച് കഴിയുമ്പോൾ എനിക്കൊരു വിശപ്പാണ്. ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ. എനിക്ക് മാത്രമുള്ള എന്തെങ്കിലും പ്രത്യേകതയാണോ എന്നറിയാതെ. ചോറ് ഞാനത് തിളപ്പിക്കാൻ അങ്ങോട്ട് എടുത്ത് വെച്ചു. പിന്നെ നമുക്കൊരു 10 മിനിറ്റോടെ അതിനകത്ത് വെച്ചിട്ട് വാർത്തിടാം. ഇത് ഈ റൈസ് ആയതുകൊണ്ട് വേഗം താമസമുണ്ട് കേട്ടോ. മറ്റേ കുത്തരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2-3 മണിക്കൂർ, അതായത് ഞാൻ വന്നിട്ട് അരിയിട്ട് തിളപ്പിച്ച് വെച്ചാൽ 8 മണിക്ക് മുമ്പേ അത് വെന്ത് റെഡിയാവും നമ്മുടെ പാകത്തിന്. ഇവിടെ വെന്ത് കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ ഇത് ഇച്ചോട് താമസം. രാവിലെ തിളപ്പിച്ച് വെച്ചിട്ടാണ് പോയത്. കുറച്ച് തുണികൾ മടക്കി വെക്കാൻ കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ തുണി കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണങ്ങി കിടന്നിട്ട് ഞാൻ എടുത്ത് അങ്ങോട്ട് കൊണ്ടിട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി ഒന്ന് മടക്കി വെക്കണം. അതാണ് ഇന്നത്തെ ഇനിയുള്ള ഒരു പ്രധാന ജോലി കേട്ടോ. പിന്നെ മുത്തിന് പനിയാണ്. റൂമിൽ 2-3 പേർക്ക് പനിയാണ്. പിന്നെ ആദ്യം തൊണ്ടവേദനയൊക്കെ ആയിരുന്നു, വൈറൽ ഫീവർ, തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് തുമ്മൽ, അങ്ങനെയാണ് വന്നത്. പിന്നെ അപ്പനും പനിയായിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ പോയേക്കുമൊക്കെ ആയിരുന്നു. ഇന്നിപ്പം ഞാൻ വിളിച്ചപ്പം തൊണ്ടവേദനയൊക്കെ കുറവുണ്ടെന്നാ പറഞ്ഞത്. ഇച്ചിരി ഉപ്പുവെള്ളം കൊള്ളണമെന്നൊക്കെ പറയുന്നുണ്ട്, കൊള്ളുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സത്യമാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ മരുന്ന് കഴിക്കുന്ന കാര്യം തന്നെ കഴിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. അതിനകത്തിരിക്കട്ടെ. നമുക്ക് തുണിയൊക്കെ മടക്കിയിട്ട് വന്ന് വാർത്തിടാം. എന്നിട്ട് നമുക്ക് അത്താഴം കഴിക്കും. മണിക്കുട്ടൻ്റെ കുറേ ഡ്രസ്സുണ്ട്, അതൊക്കെ നമുക്ക് ആദ്യം എടുക്കാം. അതാണ് ഒത്തിരി ഉള്ളത്. യൂണിഫോം കഴുകിയിട്ട് ഇന്നൊന്നും ഉണങ്ങിയില്ലായിരുന്നു. പാൻറ് ഉണങ്ങി കിടക്കുമായിരുന്നു, പക്ഷെ ഷർട്ട് 2 ഉണങ്ങിയില്ല. പാൻറ് മോനുകുട്ടനാണെങ്കിൽ ചൊവ്വാഴ്ച വൈകിട്ട് അത് കഴുകിയിട്ടത് കൊണ്ട് ഇന്നിടാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് യൂണിഫോം ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ സ്കൂളിൽ വിളിച്ചു പറഞ്ഞു, അല്ല പിന്നെ അവന് അടി കിട്ടത്തില്ല. നമുക്ക് മീൻ വറക്കാം. ഇനിയിപ്പം വേറെ പണിയൊന്നും ഇല്ലല്ലോ, വല്ലതുമൊക്കെ കഴിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടായിരുന്നു, ഇതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ സർജറി കഴിഞ്ഞ ഒരാൾക്ക് എന്താ പറയുക, ഇന്നറിൻ്റെ കാര്യം ചോദിച്ചിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എക്സർസൈസിനെ പറ്റിയൊക്കെ ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ആ ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറയാം. ഇന്നിപ്പോൾ ചോദിച്ച ആളിന് വേണ്ടിയിട്ട് പറയുവാണ്. ഇപ്പം ഞാൻ നോർമലിയാണ് യൂസ് ചെയ്യുന്നത്, നോർമൽ ഇന്നർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിന് മുമ്പ് നമ്മുടെ സർജറി കഴിഞ്ഞ സമയത്തൊക്കെ RCCയിൽ നിന്ന് തന്നത് എങ്ങനെയായിരുന്നു, അതൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം. അതിൻ്റെ ബുദ്ധിമുട്ടും അപ്പോൾ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഒരു ദിവസം വീഡിയോ ഇടാം കേട്ടോ. നമുക്ക് പൊട്ടിച്ചതാകുമ്പോൾ ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് ഇത് കഴിക്കണം, കാരണം നമുക്കിന്ന് പരിപ്പൊടി പപ്പടം പൊള്ളിച്ചത് കഴിക്കാം കേട്ടോ. ഇതിനകത്ത് പുസ്തകമാണ്, ഇതിലൊക്കെ എണ്ണ
എണ്ണ പറ്റി കിടക്കുന്നു. എന്തോട്ട് എഴുതുവാന്ന് അതോ ചുമ്മാ പടം വരയ്ക്കുവാന്ന്? കഴിക്കാം വാ. ഏ ഇത്ര മതിയോ? ഇത് മതിയോ? മതി. പൊക്കോളൂ വല്ലേ കൊന്നോളാം. ചെലന്തിയെ കണ്ടേനാ കഴിക്കണം. ഏലക്കറികളൊക്കെ കഴിക്കണം. മതിയോ? അത് മുരിങ്ങയ്ക്ക കറിയ വേണോ? അത് മുരിങ്ങയ്ക്ക് ഇപ്പൊ ചോറിനൊക്കെ മടിയാ. എല്ലാരും വണ്ണോ എന്ന് പറയുന്നോണ്ടായിരിക്കും. ചോറ് വിളമ്പി നമ്മുടെ കറി ഒഴിക്കും. പരിപ്പും ചീരയും കൂടെ കേട്ടോ. മീൻ വറുത്തത് വെച്ചു. പപ്പടം, ഒരു പപ്പടം നമ്മൾ രണ്ടായിട്ട് മുറിച്ചാണ് കാച്ചിയത്. നമ്മുടെ ഉണക്കൊഞ്ചിച്ചിരി എടുക്കാം. മതി. കഴിക്കട്ടെ പ്രിയങ്ങളെ. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ദൈവം അനുവദിക്കട്ടെ. എല്ലാവരെയും സമ്പത്തും സൗഭാഗ്യങ്ങളും ഒന്നുമല്ല, സമാധാനമാണ് വലുതെന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത്. എന്ന് വെച്ചാൽ ഞാൻ വലിയ പണക്കാരിയാണെന്നല്ല, എല്ലാം കൊണ്ടും ഞാൻ വളരെ സമ്പന്നയാണ്, കഷ്ടപ്പാടുകൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.